മുൻ കേരളോത്സവ താരമായ ജോർജ് പെരേഡസ് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റൊക്കെ പുറത്തുവിട്ടിരുന്നു. ഇന്ത്യ വിട്ടോടൻ തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റൊക്കെ പുറത്തുവിട്ടു. നിങ്ങളുടെ മുമ്പിൽ ഞാൻ കുറേ അധികം സെലിബ്രേഷൻസൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന് കാരണം നിങ്ങളുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കാരോളസ് ലിങ്കിച്ചായിരുന്നു. ആ ഒരു മത്സ്യം കാരണമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സെലിബ്രേഷനൊക്കെ ഇടാൻ കാരണം. നിങ്ങളുടെ ക്ലബ്ബിൽ ഞാൻ കളിച്ചിട്ടുണ്ട്, അതിനൊക്കെ എനിക്ക് താങ്ക് യു. അപ്പോൾ തന്ന സപ്പോർട്ടൊക്കെ താങ്ക് യു. നിങ്ങൾക്ക് മുന്നിൽ സെലിബ്രേഷൻ ഇടുമ്പോൾ നിങ്ങളുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കാരോളസ് ലിങ്കേസിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ സെലിബ്രേഷൻ എടുത്തത്. ഈ ജോർജ് പെരേഡസ് എന്തായാലും വളരെ ഗംഭീര പ്ലെയറായിരുന്നു. 2020-21 സീസണിൽ ഇവാനാസിൻ്റെ കീഴിലായിരുന്നു താരം കളിച്ചിരുന്നത്. പിന്നെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ഈ താരം പുറത്തുവിട്ടിരുന്നു. ഇത് ഇങ്ങനെയാണ് യഥാർത്ഥ കഥ മിക്കവർക്കും അറിയില്ല. മുൻ പരിശീലകനും കരോളിസും പറയുന്നത് മാത്രം നിങ്ങൾക്ക് അറിയാവൂ, എന്നാൽ അത് കളവാണ്. ഞാൻ ഇന്ത്യ വിട്ടു പോകുമ്പോൾ മുഴുവൻ സത്യവും വെളിപ്പെടുത്തുമെന്നും എന്നെ അവിടെ ആവശ്യമില്ലെന്നും ആ രണ്ടുപേരിൽ നിന്നുള്ള സന്ദേശങ്ങൾ പുറത്തു വിടുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ലളിതമായി പറഞ്ഞാൽ രണ്ടുപേർ ഞാൻ അവിടെ ഉണ്ടാവുന്നത് ഇഷ്ടമായിരുന്നില്ല. ഇത് ഒരാൾ നമ്മളെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളിസാണ്, മറ്റൊരാളെ എനിക്ക് ആരാന്നറിയില്ല ഗൈസ്. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനെയാണ് പറഞ്ഞത്, നല്ല സുഹൃത്തെ, നിനക്കും കേരളത്തിനും ആശംസകൾ. നമുക്ക് ഇനിയും സംസാരിക്കാം. ബായ് എന്നാണ് കേരളത്തിലെ സൂപ്പർ താരമായ ഡൈസ് പറയുന്നത്. താങ്ക് യു ഗൈസ്.